റബ്ബേ മറുപടി പറയണ്ടേ വാപ്പാ? എത്ര പഠിച്ചു വച്ചാലും മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബി അല്ലാഹ്. പറയാനറിയാത്ത ഒരു കുട്ടിയുമില്ല, എല്ലാവർക്കും അറിയാം. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ കഴിയുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണമെന്നില്ലല്ലോ. അല്ലാഹു കരുണ ചെയ്തവർക്കേ അത് കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ, ഈ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് ആദരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വദഫഅൻഹു ദുൽമത്തൽ കബരി വഹുവ മുൻകറും വനകീർ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പാറടി മണ്ണിലെ ഖബറിന്റെ അകത്ത് നിനക്ക് രക്ഷയാ. മണ്ണിലെ ഖബറിൽ രക്ഷപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പടച്ചറപ്പിന്റെ പരലോകത്ത് ഉടുതുണിയില്ലാതെ എല്ലാവരും കടന്നു വരുമല്ലോ. സിറാജിനെയും എന്നെയും നിങ്ങളെയും 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരാളെ പോലും നഗ്നനായി കബറടക്കാറില്ല. നല്ലതുപോലെ പൊതിഞ്ഞിട്ടല്ലേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുന്നത്. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ് കടന്നു വരുന്നത്. ഉടുതുണിയില്ലാതെയാണ് കടന്നു വരുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെയാണ് കടന്നു വരുന്നത്. അങ്ങനെ പടച്ചറപ്പിന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഅബാൻ മാസത്തെ ആദരിച്ചവനെ, ആ മാസത്തിൽ നോമ്പ് പിടിച്ചവനെ, അല്ലാഹു നിന്നെ വഷളാക്കൂല. അല്ലാഹു നിന്നെ നാണം കെടുത്തൂല. അല്ലാഹു നിന്നെ നഗ്നനാക്കൂല. മറ്റുള്ളവരുടെ മുന്നിൽ ഉടുതുണിയില്ലാതെ റബ്ബ് നിന്നെ നിർത്തൂല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ജനങ്ങൾ മറന്ന ദിവസത്തെ, ജനങ്ങൾ മറന്ന മാസത്തെ നീ ഓർത്തവനാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിശിഷ്ട വിഭാഗം കടന്നു വരികയാ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരുന്നു. ഔറത്ത് മറച്ചുകൊണ്ട്, വസ്ത്രം ധരിച്ചുകൊണ്ട് വിഐപികളെ പോലെ കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അവരാരെന്നറിയുമോ? എന്റെ മാസത്തെ സ്നേഹിച്ചവരാ, എന്റെ മാസത്തിൽ നോമ്പ് പിടിച്ചവരാ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന 4-ാമത്തെ പ്രതിഫലം, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വശലാക്കൂല, അവർ ഔറത്ത് മറച്ചവരായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ, അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. ശഅബാൻ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ അവർ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ. 33 വയസ്സുകാരനായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അതാ അല്ലാഹു സൗന്ദര്യത്തിന് 3ആയി വേർതിരിച്ചു. ഒന്നാം സൗന്ദര്യത്തിന്റെ പകുതി അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു, പിന്നെ പകുതിയുണ്ട്, അതിന് ഒരു ഭാഗം യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെ വന്ന 4% അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുത്തത്. അത്രയും വലിയ സൗന്ദര്യവാനായ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കേറി പിടിച്ച യൂസുഫ്. സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി നടന്നു പോകുമ്പോ ചോദിക്കുന്നു, സുലൈഖ, ആ
പോകുന്നത് മനുഷ്യനാണോ മലക്കുകളാണോ? പടച്ചവനെ അത്ഭുതത്തോടുകൂടി സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കുന്നതിന് പകരം തന്റെ കൈവിരലുകൾ മുറിച്ചു മാറ്റിയെന്ന് ചരിത്രം പഠിപ്പിച്ച അല്ലാഹുവേ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ, സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂടെയാ. ഈ ശഅബാനിനെ ആദരിച്ചവനുണ്ടല്ലോ, ഈ ശഅബാനിൽ നോമ്പ് പിടിച്ചവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോയ, ഇബ്ലീസിന് പോലും അസൂയ തോന്നിയ, അല്ലാഹുവേ ഇബ്ലീസിന് അസൂയ തോന്നിയ പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്ലീസ് പോലും അല്ലാഹുവിന്റെ അടുക്കൽ പോയി പരാതി പറയുകയാണ് അയ്യൂബ് നബിയെ കുറിച്ച്. കാരണം അതുപോലെ ജീവിച്ചിരുന്ന പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ശഅബാനിൽ നോമ്പ് പിടിച്ച നിനക്ക് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, ആ മാസത്തിലെ ഏറ്റവും പുണ്യമായ ദിവസമുണ്ടല്ലോ, ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മളുടെ സർവരുടെയും അമലുകൾ കൊണ്ടുപോകുന്ന, നമ്മൾ ജീവിതത്തിൽ ചെയ്ത സർവ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന ആ ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, ശഅബാൻ 15 എന്ന് പറയുന്ന രാവ്, ആ രാവിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അല്ലാഹുവേ, ആ ദിവസത്തെ ആദരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നന്ദിപ്പ വല്ലാത്ത വിയർപ്പ്, അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കുന്ന അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാവർക്കും വിയർപ്പുണ്ടോ? നല്ല വിയർപ്പുണ്ടോ? പറ, വിയർപ്പുണ്ടോ? ഇതൊക്കെ എന്ത് വിയർപ്പില്ലേ? പരലോകത്ത് വിയർപ്പിനകത്ത് മുങ്ങിയാ നിൽക്കണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതൊന്നും ഒന്നുമല്ലേ ngadi. ഇവിടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന രംഗം ഒന്ന് ചിന്തിച്ചാൽ മതി. അല്ലാഹുവിന്റെ കോടതിയിൽ വിയർപ്പിന്റെ അകത്ത് മുങ്ങുക, ദാഹിച്ചു വലഞ്ഞു നിൽക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവ്, ബറാഅത്തിന്റെ രാവ്, അല്ലാഹു ഹയാത്താക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ദിവസത്തിനിപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന് 99 പേരുകളുണ്ട് ഇല്ലേ? അസ്മാഉൽ ഹുസ്ന. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അറിയോ? അസ്മാഉൽ ഹുസ്ന അറിയോ? കാണാതറിയോ? നിങ്ങൾ പറയറ്, എന്ത് കാക്കാമാർ, എന്താ പഠിക്കാത്ത? ബാക്കിയെല്ലാം അറിയാലോ, ബാക്കിയെല്ലാം നമുക്കറിയാലോ. ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് കേട്ടാ ഇപ്പൊ പറയും ഉസ്താദ് അത് ഇന്ന പടത്തിലെയാണ്, അത്ര ഓർമ്മയാണ്. ഒരു സിനിമയുടെ ഒരു പാട്ട് പാടിയ കൂടെ നമ്മൾ പാടും, അത്രയും ഓർമ്മ നമുക്കുണ്ട്. പക്ഷെ അള്ളാന്റെ 99 പേര് അറിയതിന്റെ മഹത്വം അവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും. അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് അതിന്റെ മുകളിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതാരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്ന് കാണാതെ പഠിച്ചാലേ. ആരെങ്കിലും അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ അവൻ നരകത്തിൽ കടക്കൂൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹുവിന്റെ 99 പേര്, വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാറുൽ വഹാബുർ റസാഖുൽ ഫത്താഹുൽ അലിയുൽ ഖാബിദ്. ഇങ്ങനെ തുടങ്ങുന്ന 99 പേരുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ രക്ഷപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി.
ഒരു ദിവസം കാണാതെ പഠിക്കണമെങ്കിൽ നിത്യമായിട്ട് ഇതിങ്ങനെ ഓതിയാ മതി. അൽഹംദുലില്ലാ, ഓർമ്മ വരും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 99 പേരുകളുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുകൾ ഉണ്ടാവുക അത് വലിയ മഹത്വമുള്ളവർക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. നമുക്കുണ്ടായ പറയും, നമ്മുടെ പേരുകളൊന്നും പറയാതിരിക്കല അല്ലേ, നമ്മുടെ പേരുകളൊന്നും പറയാതിരിക്കല. ഓരോ വിളിക്കണ പേര് കണ്ടാ മാക്രി എന്നൊക്കെ ഓരോന്നിനെ വിളിക്കുന്നത്. അത് നമ്മുടെ പേരുകളൊക്കെ, ഇരട്ട പേരുകൾ. ഇങ്ങനെ ചില ആൾക്കാരുടെ പേര് കേട്ടാൽ തന്നെ ചിരി വരും. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവിന്, ഈ ബറാഅത്ത് രാവിന് ഒരുപാട് പേരുകളുണ്ട്. ബറാഅത്ത് രാവിന് ഒരുപാട് പേരുകളുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നോക്ക്, ഒന്നാമത്തെ പേര് തന്നെ ലൈലത്തുൽ മുബാറക. ഈ പരിശുദ്ധമായ ശഅബാൻ 15-ന് അവിടെ നിട്ടിരിക്കുന്ന ഒരു പേര് ലൈലത്തുൽ മുബാറക. എല്ലാവർക്കും ഐശ്വര്യവും നന്മയും ലഭിക്കുന്ന ഒരു ദിനമെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും ഐശ്വര്യവും നൽകുക എന്നതാണ് ആ ഒരു ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് ലോകത്തുള്ള എല്ലാ ബിന്ദുക്കളിലേക്കും ലഭിക്കുക, മലക്കുകളുടെ സാമീപ്യം മനുഷ്യന് ലഭിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന ഒരു പേര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ കിതാബിൽ കാണാം, രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി. ലൈലത്തുൽ, ഈ പരിശുദ്ധമായ ശഅബാൻ 15-ന്റെ രാവിന് അവിടുത്തെ ആ ദിവസത്തിന്റെ രണ്ടാമത്തെ പേര് തന്നെ ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി. അള്ളാഹു ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൻ അതാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാല ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ കാര്യങ്ങൾ അള്ളാഹു ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും സർവ്വകാര്യങ്ങൾ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനിച്ച കാര്യങ്ങൾ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി എന്ന് പറയാൻ കാരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവ്വകാര്യങ്ങളും. അടുത്ത ഒരു വർഷക്കാലം അസ്റായിലെ റൂഹ് പിടിക്കേണ്ട ലിസ്റ്റ് ഇതാണ്, കൈ കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അറിയാം. നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഒരു വർഷക്കാലം റൂഹ് പിടിക്കേണ്ട ആൾക്കാരല്ലാതെ പഞ്ചായത്ത് കൊടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കലല്ല, വോട്ട് ലിസ്റ്റ് പോലെ കൊടുക്കലല്ലോ. വർഷാവർഷം അവിടെ നിന്ന് ഒരു ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ ആരുടെയൊക്കെ റൂഹ് പിടിക്കണം, ആരുടെയൊക്കെ റൂഹ് പിടിക്കണം. ഓരോ മനുഷ്യന്റെ റിസ്ക്, ഓരോ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 ലൈലത്തുൽ തഖ്ഫീർ, പാപമോചനത്തിന്റെ രാത്രി. ബറാഅത്ത് രാവിന് ഉണ്ട് മൂന്നാമത്തെ പേര് പാപമോചനത്തിന്റെ രാത്രി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അവിടെ നിന്ന് പറയുന്നു ലി അന്നഹാ തക്ഫറു ദുനൂബു സനതി വലൈലത്തുൽ ജുമുഅ തുക്ഫിറു ദൂനൽ സുബ്ഈ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്ന രാത്രിയാ ശഅബാൻ 15-ന്റെ രാത്രി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയേണ്ട രാത്രി. ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. ഒരുപാട് തെറ്റുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ എടുത്തു പറയേണ്ട ഒരു ദിവസമാണ് ശഅബാൻ 15-ന്റെ രാത്രി. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, അത് ലൈലത്തുൽ തഖ്ഫീർ, പാപമോചനത്തിന്റെ രാത്രി. അങ്ങനെ തന്നെ ആ രാത്രിക്ക് പേരിട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ 4-ാമത്തെ പേരുണ്ടെന്നറിയുമോ? ലൈലത്തുൽ ഇജാബ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഇജാബ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു 5 ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആ. ലൈലത്തുൽ ജുമുഅതി വഅവ്വലു ലൈലത്തിൻ മിൻ റജബ് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ വലൈലത്തുൽ ഖദ്രി വലൈലത്തുൽ ഈദൈൻ.
ലൈലീൻ 5 രാത്രികളിലെ പ്രാർത്ഥനകളുണ്ടല്ലോ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 5 രാത്രിയിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 ദിവസത്തെ ദുആയിക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 5 ദിവസം ആര് ദുആ ചെയ്താലും അല്ലാഹു തള്ളപ്പെടില്ല. ഈ 5 ദിവസം, ഈ 5 രാത്രികളിൽ ആരൊക്കെ, പകലല്ല, ഈ 5 രാത്രികളിൽ ആരൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ അവന്റെ ദുആ അല്ലാഹു തള്ളപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 1 അവിടെ നിന്ന് പറയുകയാ, വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥന സ്വീകരിക്കുവോ? നിങ്ങൾ പറ, സ്വീകരിക്കുവോ? വെള്ളിയാഴ്ച രാവിലെ ദുആയിക്ക് ഇജാബത്തുണ്ടോ ഇല്ലേ? ഉറക്കപ്പറ, ഉണ്ടോ? ഉറങ്ങരുത്, ഉണ്ടോ ഇല്ലേ? ഉണ്ട്. നീ ദുആ ചെയ്യാറുണ്ടോ? ഇല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ല. ഇന്നലെ വെള്ളിയാഴ്ച രാവായിരുന്നല്ലോ, എത്ര പേര് ദുആ ചെയ്തു? പറയണ്ട, ആലോചിച്ചാൽ മതി. കൈവക്കുവാണെങ്കിൽ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 2 അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു, 1 വലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നു വലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ദുആ സ്വീകരിക്കുമോ? പറ, സ്വീകരിക്കുമോ? സ്വീകരിക്കും. ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ പറഞ്ഞു. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. എന്തിന്? നമ്മളെ കുറിച്ച് അല്ലാഹുക്ക് അറിയാം. പക്ഷേ ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചാൽ ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു വ്യക്തമാക്കി തന്നില്ലേ? അത് മനസ്സിലാക്കണ്ടേ. ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന ശഅബാൻ 15 ലൈലത്തുൽ ഖദർ ശഅബാൻ റമദാൻ 27 ആണോ? അല്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറഞ്ഞു തരുന്നു 3 അല്ലാഹു ദുആ സ്വീകരിക്കുന്നു. അവ്വലു ലൈലത്തും മിൻ റജബ്, റജബിന്റെ 1-ാമത്തെ രാത്രി. ഇതേ പോയാ റജബിന്റെ 1-ാമത്തെ രാത്രി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റജബിന്റെ 1-ാമത്തെ രാത്രി ദുആയിക്ക് ഇജാബത്തുണ്ട്. അന്നത്തെ ദുആ തള്ളപ്പെടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാത്രി, ഈ വരുന്ന ഞായറാഴ്ച രാത്രി, ഈ വരുന്ന ഞായറാഴ്ച രാത്രിയിലെ ദുആ അത് തള്ളപ്പെടില്ല. ആവശ്യമുള്ളവർ ചോദിച്ചു കൊള്ളുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറയുന്നു 2 പെരുന്നാളിന്റെ രാത്രി അല്ലേ? നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ അതിന്റെ രാവ്, ഈ ദുആ 5 ദിവസത്തെ ദുആ തള്ളപ്പെടാത്തതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെ? വെള്ളിയാഴ്ച രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ജുമുഅയുടെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, 3 റജബിന്റെ 1-ാമത്തെ ദിവസം, ശഅബാൻ 15 രാത്രി, 2 പെരുന്നാളിന്റെ രാവുകൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നു, ലൈലത്തുൽ ഇജാബ പ്രാർത്ഥനയുടെ രാത്രിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ശഅബാൻ 15-ാം രാവുണ്ടല്ലോ, ഉറങ്ങിക്കളയേണ്ട രാത്രിയല്ല. നിന്റെ പ്രയാസങ്ങൾ പറയാൻ, നിന്റെ ദുഃഖങ്ങൾ പറയാൻ, നിന്റെ വേദനകൾ പറയാൻ, നിന്റെ കടങ്ങളെ കുറിച്ച് പറയാ, നീ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സർവ്വകാര്യങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറയാനുള്ള രാത്രിയാണ് ശഅബാൻ 15. ബറാഅത്തിന്റെ രാവ്. ഉറങ്ങല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാത്രിയാണ് നീ ഹയാത്താക്കേണ്ടത്. സുബ്ഹി വരെ നീ മറക്കരുത്. ആ ദിവസത്തിന്റെ പേരാണ് ലൈലത്തുൽ ഇജാബ. എന്റെ പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തുൽ ഈദിൽ മലായിക. മലക്കുകളുടെ പെരുന്നാളാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഹദീസിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 പെരുന്നാളുള്ളതുപോലെ മലക്കുകൾക്കും 2 പെരുന്നാളുണ്ട്. നമ്മുടെ പെരുന്നാൾ പകലിലാണെങ്കിൽ മലക്കുകളുടെ പെരുന്നാൾ രാത്രിയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൽ മലായികത ഫിസ്സമാ ലൈലൽ ഈദി. അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം,
ആ മലക്കുകൾ ഈദ് പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരുന്ന 2 രാത്രികളുണ്ട്. ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. അല്ലാഹുവേ മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമും തന്റെ മലക്കുകളും ഭൂമിയിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ പെരുന്നാൾ ആഘോഷിക്കാൻ ആരുടെ കൂടെ എന്നറിയുമോ? ഇഅ്തികാഫിരിക്കുന്നവരുടെ കൂടെ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുടെ കൂടെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ കൂടെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി അതാ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് പറയുന്ന 2 ലൈലത്തുൽ ബറാ ശഅബാൻ 15ന്റെ രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ഉറങ്ങുന്നവരെയല്ല, കച്ചവടം നടത്തുന്നവരെയല്ല, മൊബൈലിൽ കുത്തുന്നവരെയല്ല, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരെയല്ല, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയല്ല, നിസ്കരിക്കുന്നവരെ കാണാ, ഖുർആൻ ഓതുന്നവരെ കാണാ, ദിക്റുകൾ പറയുന്നവരെ കാണാ, നരകമോചനം ചോദിക്കുന്നവരെ കാണാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരെ കാണാ. അവരുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്, അവരുമായിരിക്കുകയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി മലക്കുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരുന്ന രാത്രിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശഅബാൻ 15 രാവുണ്ടല്ലോ, അതിന് കൊടുത്തിരിക്കുന്ന 5ാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തു ഈദിൽ മലായിക. 6ാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തു ശഫാഅത്തിന്റെ രാത്രിയാ. ശഫാഅത്തിന്റെ രാത്രിയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത രാത്രിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് ലൈലത്തുൽ ശഫാഅ എന്ന് പറയുന്ന ഈ പേര് വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത പടച്ച റബ്ബ് കൊടുത്ത രാത്രിയാ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ശഅബാൻ 15ന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ശഅബാൻ 15ന്റെ രാത്രിയാണ്. ശഅബാൻ 15ന്റെ രാത്രിയാണ്. മുത്തുനബി സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ കിടന്ന് കരയുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുന്ന മുത്തുനബിയെ കണ്ടപ്പോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പ്രവാചകനെ കണ്ടപ്പോ, ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നല്ലാഹ അഅതക മിനന്നാർ ലൈലതൻ ബിശഫാഅതി. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഞാൻ അങ്ങയുടെ സമുദായത്തിൽ ഇന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് പടച്ചവൻ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കഴിയുന്നവരുണ്ടല്ലോ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നില്ല. പിന്നെയും സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ. പിന്നെയും സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പിന്നെയും ദുആ കൂടുകയാണ്. അപ്പോഴാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ രണ്ടാമതും ഇറങ്ങി വരികയാണ്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ, റസൂലുള്ള ദുആ ചെയ്യുന്നത് കണ്ടപ്പോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. ഇന്നല്ലാഹ യഖറഉക അല്ലാഹ് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. വയഖൂലു അഅ്തഖു നിസ്ഫുൽ ഉമ്മത്തി. അങ്ങയുടെ സമുദായത്തിൽ പകുതി ആൾ
ആൾക്കാരെ സ്വർഗത്തിലേക്ക് കടത്താം. അങ്ങയുടെ സമുദായത്തിൽ പകുതി ആൾക്കാർക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത തന്നിരിക്കുകയാ. മുത്തുനബിയോട് പറഞ്ഞു, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തിരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പിന്നെയും കടന്ന് കരയുകയാ. മുത്തുനബി പിന്നെയും കടന്ന് കരയുകയാ. ആദ്യം പറഞ്ഞു ഒരു വിഭാഗത്തെ കൊണ്ടുപോകാം, പിന്നെ പറഞ്ഞു പകുതി ആൾക്കാരെ കൊണ്ടുപോകാം. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിൽ നിന്ന് എഴുന്നേക്കാതെ ആ നിസ്കാരപ്പായിൽ കിടന്ന് സുജൂദിൽ കിടന്ന് മുത്തുനബി കരയുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ അഅതക ജമീഅ ഉമ്മതിക മിനന്നാരി ബിശഫാഅതി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാം, എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാം. അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു നബിയേ. എഴുന്നേക്ക് നബിയേ, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്. ഒന്ന് തല ഉയർത്തി നബിയേ, ഒന്ന് കരച്ചിൽ നിർത്തി നബിയേ, ഒന്ന് ദുആ ചെയ്യുന്നത് നിർത്തി നബിയേ. അങ്ങയുടെ സമുദായത്തിൽ അങ്ങക്ക് ഇഷ്ടമുള്ളവർക്ക് മുഴുവനും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു തന്നിരിക്കുന്നു നബിയേ എന്ന് അല്ലാഹുവിന്റെ മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞ രാവാ ലൈലത്തുൽ എന്റെ പ്രിയപ്പെട്ടവരെ, ബറാഅത്തിന്റെ രാവുണ്ടല്ലോ. ഈ ബറാഅത്തിന്റെ രാത്രിയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് 3 പ്രാവശ്യം കടന്നു വന്നു. അവസാനം പറഞ്ഞു, നബിയേ, ആർക്ക് സ്വർഗം കൊടുക്കണോ, ആർക്ക് സ്വർഗം കൊടുക്കണോ, അങ്ങക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു തന്നിരിക്കുന്നു നബിയേ. നാളെ പരലോകത്ത് വെച്ച് മുത്തുനബി കാണുമ്പോ എന്റെ കയ്യിൽ പിടിക്കണോ, നിങ്ങളുടെ കയ്യിൽ പിടിക്കണോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ? അതിന് നീ എന്ത് ചെയ്യണം? അതിന് നീ എന്തേ ചെയ്യേണ്ടത്? മുത്തുനബിയുടെ മാസത്തെ സ്നേഹിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകൻ സുജൂദിൽ കടന്ന് കരഞ്ഞു ദുആ ചെയ്യാ. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ശഫാഅത്ത് വരെ നരകമോചനം ഉണ്ട് നബി. എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്തിനാ നബിയെ സുജൂദിൽ കടന്ന് കരയണ? എഴുന്നേക്ക് നബിയെ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞിട്ട് പോയി, ദുആ കുറയുകയല്ല കൂടുകയാ. കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹ് രണ്ടാമതും പറഞ്ഞു വിട്ടു, പോയി പറ ജിബ്രീലേ, അങ്ങയുടെ സമുദായത്തിലെ പകുതി ആൾക്കാർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ഞാൻ തന്നിട്ടുണ്ട്, പോയി പറ. വന്നു പറഞ്ഞു, മാറ്റമില്ല, കരച്ചല. അവസാനം അങ്ങയുടെ സമുദായത്തിലെ എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ഞാൻ തന്നിരിക്കുന്നു, പോയി പറ. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേക്കാൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അള്ളാഹു അർഹത കൊടുത്ത രാവാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിനെ കുറിച്ച് ലൈലത്തുൽ ശഫാഅ, ശഫാഅത്തിന്റെ രാത്രി എന്ന് പറയാൻ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്ത രാത്രിയാണ് ശഅബാൻ 15ന്റെ രാത്രി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പ്രവാചകന്റെ മാസത്തെ ഒന്ന് സ്നേഹിക്കാത്ത നമുക്കത് കിട്ടുമോ? അവിടെ ചിന്തിക്കേണ്ടത്, എന്റെ മാസമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഈ മാസത്തെ സ്നേഹിക്കാതെ ആ ശഫാഅത്ത് കിട്ടുമോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.